ബെസ്റ്റ് ഫോൺസ് അണ്ടർ 20,000 ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു വെറൈറ്റി ടൈപ്പ് ഫോൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതേതാണ്? ഒരു ഓൾറൗണ്ടർ ഫോണാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ അതേതാണ്? ഒരു കംപ്ലീറ്റ് സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അതേതാണ്? ഏറ്റവും മികച്ച ക്യാമറ പെർഫോമൻസ് ഉള്ള ഫോൺ ഏതാണ്? ഇങ്ങനെ എല്ലാ തരം ഫോണുകളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മൊത്തത്തിൽ 5 ഫോണേ പറയുന്നുള്ളൂ, പക്ഷേ ടോപ്പ് 5 സ്മാർട്ട് ഫോൺ അണ്ടർ 20,000. സോ ആദ്യം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ വെറൈറ്റി ഫോൺ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ഫോൺ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ CMF ഫോൺ 1 ആണ്. ഈ ഒരു ഫോൺ ഏറ്റവും മികച്ച പെർഫോമൻസ് തരും, കാരണം അതിൽ Dimensity 7300 5G എന്ന പ്രോസസ്സറാണ് ഇരിക്കുന്നത്. ഇത് വന്നിട്ട് 20,000 മുകളിലാണ് സാധാരണ കാണുക, പക്ഷേ ഇത് 15,990 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6GB. നിങ്ങൾക്ക് 8GB റാമിന്റെ വേരിയന്റ് വേണമെങ്കിൽ പോലും 17,990 വരുന്നുള്ളൂ. സോ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ഫോൺ ഇത് തന്നെയാണ്. ഈ ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരു വെറൈറ്റി സെറ്റപ്പ് ആണെന്നുള്ളതാണ്. ഇതിന്റെ ബാക്കിലെ പാനൽ നമുക്ക് അഴിച്ചു മാറ്റി വേറെ സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വേണം, അല്ലാണ്ട് ഒരുമിച്ച് എല്ലാ ബാക്ക് പാനലും കിട്ടില്ല, സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ വാങ്ങിച്ചാൽ നിങ്ങൾ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബാക്ക് പാനൽ മാറ്റിയിടാൻ സാധിക്കും. സ്ക്രൂ ഡ്രൈവർ അടക്കം നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. സോ അപ്പോൾ വെറൈറ്റി ഒരു രീതിയിൽ ഉപയോഗിക്കണം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വെറൈറ്റി ഫോണുമാണ്, അതേസമയം ഏറ്റവും മികച്ച പ്രൊസസ്സറുള്ള ഫോണുമാണ്. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 50 മെഗാപിക്സലിന്റെയാണ് മെയിൻ ക്യാമറ, 16 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ, 5000 mAh ആണ് ബാറ്ററി, 33 വാട്ടിന്റെയാണ് ചാർജർ, നല്ല ക്വാളിറ്റി ഒരു 6.67 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, 2000 nitsന്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ്. ടോട്ടലി ഒരു ഡീസന്റ് സെറ്റപ്പ് ആണ്. പക്ഷേ ഈ ഫോണിന് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൂടി അറിഞ്ഞിരിക്കണം. ഒന്ന്, അതിന്റെ ബിൽറ്റ് ക്വാളിറ്റി വളരെ മോശമാണ്. ഈ ബാക്ക് പാനൽ അഴിച്ചു മാറ്റിയൊക്കെ പണിയാമെന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് അഴിച്ചു മാറ്റി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ബിൽറ്റ് ക്വാളിറ്റി പോരാ. രണ്ടാമത്, ചാർജർ ബോക്സിൽ വരുന്നില്ല. ഇപ്പൊ പല ഫോണുകളിലും വരുന്നില്ല, എങ്കിലും അതൊന്ന് ഓർമ്മിച്ചു എന്ന് മാത്രം. 3, സർവീസ് എല്ലായിടത്തും ഉണ്ടാവില്ല. അപ്പോൾ സർവീസിന്റെ കാര്യം ഒന്ന് മൈൻഡിൽ വെക്കുക. പലപ്പോഴും നിങ്ങൾക്ക് അയച്ചു കൊടുത്തൊക്കെ സർവീസ് ചെയ്ത് എടുക്കേണ്ടി വരും എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ റേഞ്ചിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാ ഫോണുകളിലും ഡുവൽ CU സ്പീക്കർ ഉണ്ടാവും. ഇതിൽ സിംഗിൾ മോണോ സ്പീക്കറേ വരുന്നുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കുക ഇതിലേക്ക് നോക്കുന്നതിന് മുമ്പ്. ഇതിന്റെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. ഒന്നിലധികം ചാനലുകളിൽ ഒന്നിലധികം വീഡിയോസ് ഒക്കെ കണ്ടു നോക്കി നിങ്ങൾക്ക് പറ്റിയതാണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രം എടുക്കുക. ഈ ഫോണല്ല, ഏത് ഫോണിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ വിശദമായി പരിശോധിച്ച് അന്വേഷിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. സോ ഇതാണ് ഇതിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് അടക്കമുള്ള കാര്യങ്ങൾ. ഇനി ഇത്തരത്തിലുള്ള വലിയ അപാകതകളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല ഓൾറൗണ്ടർ ഫോൺ എന്ന് പറയാവുന്ന 2 മികച്ച ഫോണുകൾ ഏതാണെന്ന് നോക്കിയാൽ, ഒന്ന് പോക്കോ X6 ആണ്. 1.5K വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് കിഡിലൻ ഡിസ്പ്ലേ ആണ്, ഒരു ക്വാളിറ്റി ഇഷ്യൂ ഇല്ല, സെറ്റ് സാധനം. AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഒപ്പം തന്നെ Snapdragon 7S Gen 2 പ്രോസസർ ഉണ്ട്, 64 MP ആണ് മെയിൻ ക്യാമറ, 16 MP ആണ് ഫ്രണ്ട് ക്യാമറ, 5100 mAh ബാറ്ററിയും 67 വാട്ടിന്റെ ചാർജിങ്ങും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടും, നല്ല ഡിസ്പ്ലേ ഉണ്ട്, ഡിസൈനും ഒട്ടും തന്നെ മോശമല്ലാത്തൊരു ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്, നല്ല ചാർജർ ഉണ്ട്. മൊത്തത്തിൽ ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ പരിഗണിക്കാം. ക്യാമറയും വലിയ കുഴപ്പമില്ലാത്ത സെറ്റപ്പാണ്. വിശദമായ വീഡിയോസ് കണ്ടു നോക്കിക്കോളൂ, അടിപൊളി ഐറ്റമാണ്. ഇതിന്റെ വില 8GB റാം 256GB സ്റ്റോറേജിന് 18,999 ആണ് വരുന്നത്. തീർച്ചയായിട്ടും നല്ല ഡീലാണ്. ഇനി ഇതേപോലെ തന്നെ മികച്ച പെർഫോമൻസ് കിട്ടുന്ന മറ്റൊരു ഫോണാണ് iQOO Z9 അഥവാ Vivo T3. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. iQOO Z9 എന്ന രീതിയിൽ നമ്മൾ നോക്കിയാൽ തന്നെയും ഈ ഫോൺ 8GB റാം 128GB സ്റ്റോറേജിന് 19,999 ആണ്. Dimensity 7200 പ്രോസസറാണ്, 5000 mAh ബാറ്ററി ഉണ്ട്, 44 വാട്ടിന്റെ ചാർജർ ഉണ്ട്, 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, 50 MP മെയിൻ ക്യാമറ, 16 MP സെൽഫി ക്യാമറ. ടോട്ടലി ഡീസന്റ് ആയ ഒരു ഓൾറൗണ്ടർ ഫോണാണ്. iQOOന്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് വേണ്ടി നല്ല രീതിക്ക് ഒപ്റ്റിമൈസ് ചെയ്താണ് വരുന്നത്. സോ ഗെയിം കളിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഐറ്റമാണ് Z9 അല്ലെങ്കിൽ Vivo T3. ഇതിലും അങ്ങനെ പറയത്തക്ക അപാകതകളൊന്നുമില്ല. ഈ 2 ഫോണുകളിലും എടുത്തു പറയത്തക്ക ന്യൂനതകളൊന്നുമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഒരു അത്യാവശ്യം നല്ല ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് രണ്ടിനെയും പരിഗണിക്കാം. ഇനി നാലാമതായിട്ട് ഒരു ബെസ്റ്റ് ക്യാമറ ഫോൺ നിങ്ങൾ നോക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ല ക്യാമറ ഫോൺ രീതിയിൽ പരിഗണിക്കാവുന്ന ഒരു ഫോണാണ് Realme P1 Pro എന്ന് പറയുന്ന ഫോൺ. 8GB റാം 256GB സ്റ്റോറേജിന് 21,999 ആണ്. HDFC ബാങ്കിന്റെ ഓഫർ അടക്കം 2000 രൂപ ഓഫർ ഉണ്ട്. ആ ഓഫർ അടക്കം നോക്കിയാൽ 19,999 കിട്ടും. സോ ആ പ്രൈസിന് തീർച്ചയായിട്ടും ഒരു നല്ല ക്യാമറ ഫോൺ നോക്കുന്നവർക്ക് ഇത് അത്യാവശ്യം നല്ല ക്യാമറ ഉള്ള ഫോണാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്താൽ മതി. ക്യാമറ പേഴ്സണൽ ചോയ്സ് ആണ്, അതുകൊണ്ട് ക്യാമറ വിശദമായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. ഇതിൽ Snapdragon 6 Gen 1 പ്രോസസറാണ്, 120 ഹെർട്സിന്റെ കർവ്ഡ് വിഷൻ ഡിസ്പ്ലേ വരുന്നുണ്ട്, 5000 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ്ങും, 50 MP മെയിൻ ക്യാമറ, 16 MP സെൽഫി ക്യാമറ. അങ്ങനെ ഒരു ഓൾറൗണ്ടർ ഡീസന്റ് സെറ്റപ്പ് ആണ്. ബട്ട് പെർഫോമൻസ് വന്നിട്ട് മറ്റ് നേരത്തെ പറഞ്ഞ ഓൾറൗണ്ടർ ബെസ്റ്റ് പെർഫോമൻസിംഗ് ഫോണുകളെ അപേക്ഷിച്ച് അത്ര കൊണ്ടൊരു പെർഫോമൻസ് ഇതിനുണ്ടാവില്ല. ബട്ട് നല്ല ക്യാമറയും കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് ഒരു സ്റ്റൈലിഷ് ഫോണായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം Realme P1 Pro. സോ ഇനി ആ കംപ്ലീറ്റ് സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞ ഒരു ഫോൺ അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് സാംസങ്ങിന്റെ Galaxy M35. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു സ്മാർട്ട് ഫോണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. പ്രോസസർ അപ്പോൾ Exynos ആയിരിക്കില്ലേ? അതെങ്ങനെ? യെസ്, Exynos ആണ്. Exynos 1380 ആണ്. ബട്ട് ഈ പറഞ്ഞ Exynos നമ്മളിപ്പോൾ പറഞ്ഞ Realme ഫോൺ ഉണ്ടല്ലോ, ഇതിലുള്ള Snapdragon 6 Gen 1 അതിനേക്കാൾ കുറച്ചുകൂടി നല്ല പ്രോസസറാണ്. സോ നിങ്ങൾക്ക് Exynos ഇഷ്ടമല്ലെങ്കിൽ നോക്കണ്ട. ഇതിന് 6.6 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നത്, Full HD+ ആണ്. സാംസങ്
വാലറ്റ്, ടാപ്പ് ടു പേ സംവിധാനങ്ങൾ, നോട്ട് സെക്യൂരിറ്റി, സെക്യൂർ ഫോൾഡർ, ഇങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾ വിത്ത് ഈസി കോൾ റെക്കോർഡിംഗ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും സാംസങ് ഫോണിൽ നമ്മൾ കണ്ടുവരുന്ന സകല കാര്യങ്ങളും ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാതരം ഫീച്ചേഴ്സും ഉള്ള ഒരു ഫോണാണ് ഇതെന്ന് തീർച്ചയായിട്ടും പറയാം. ഒപ്പം തന്നെ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, OIS സപ്പോർട്ട് അടക്കമാണ് വരുന്നത്. 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ സാമ്പിൾസ് ആണ് കിട്ടുന്നത്. 6000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസിന് തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് എന്ന പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. വേറെ ഒരു ഫോണിലും നമ്മൾ ഇതിവിടെ കാണുന്നില്ല. സോ ഈ ഒരു പ്രൈസിൽ സാധാരണഗതിയിൽ സാംസങ് കാണിക്കാത്ത തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. മറ്റ് ബ്രാൻഡുകളിലും ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഫോണിനെ കംപ്ലീറ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ എടുക്കാവൂ. ചാർജർ ബോക്സിലില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു വസ്തുതയാണ്. പിന്നെ എക്സിനോസ് ഇഷ്ടമല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കൂ. പക്ഷെ എന്നാലും നമ്മൾ നോക്കിയാൽ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങൾ കൊണ്ടും ഒരു ടോപ്പ് സ്മാർട്ട് ഫോണായിട്ട് പരിഗണിക്കാമെന്ന് തോന്നുന്നു. നിങ്ങളുടേതാണ് തീരുമാനം എന്ത് തന്നെയായാലും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളോട് പരിഗണിച്ചിട്ട് തീരുമാനമെടുത്താൽ മതി. സോ ഇത്രയുമാണ് ടോപ്പ് 5 ഫോൺ. വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇത് കൂടാതെ ചില ബ്രാൻഡിന്റെ ഫോൺ ഞങ്ങൾ എടുക്കുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. റെഡ്മി വേണമെന്നുള്ളവർക്ക് റെഡ്മി നോട്ട് 13 തീർച്ചയായിട്ടും നല്ല ഫോണാണ്. 16,999 ആ ഫോൺ കിട്ടും, അടിപൊളിയാണ്. ഇനി മോട്ടോയാണ് വേണ്ടതെങ്കിൽ മോട്ടോ G85 നോക്കാം, 17,999 അത് കിട്ടും. അതും തീർച്ചയായിട്ടും ആ ഒരു പ്രൈസിന് കിട്ടാവുന്ന മികച്ച മോട്ടോ ഫോണാണ്. ഇനി നിങ്ങൾക്ക് OnePlusന്റെ ആണ് വേണ്ടതെങ്കിൽ OnePlus Nord C4 Lite വന്നിട്ട് 19,999 കിട്ടും. ഏറ്റവും മികച്ച OnePlus ഫോൺ അവിടെ കിട്ടാവുന്ന ഇതാണ്. സോ ഈ ബ്രാൻഡുകളുടെ ഫോണുകളാണ് വേണ്ടതെങ്കിൽ ഇത് നോക്കാം. യാതൊരു പരാതിയില്ല, അത് തീർച്ചയായിട്ടും ആ ഒരു പ്രൈസിന് കിട്ടാവുന്ന ബെസ്റ്റ് തന്നെയാണ് ആ ബ്രാൻഡിന്റെ. സോ ഇങ്ങനെയാണ് ഈ ഒരു റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് ഫോണുകളായിട്ട് ഞാൻ കണ്ട ഫോണുകൾ. ഇത് ഞാൻ കണ്ട ഫോണുകളാണ്. ഞാൻ വിട്ടുപോയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നല്ലൊരു ചോയ്സ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇതുകൊണ്ടും കഴിഞ്ഞില്ല, ഒരു ഫോൺ കൂടി വരുന്നുണ്ട്. iQ C9s Pro എന്ന് പറയുന്ന ഫോൺ ഇറങ്ങുന്നുണ്ട്. അതിൽ 20,000 മുകളിലായിരിക്കും വില. പക്ഷേ അതിൻ്റെ C9s എന്നൊരു വേരിയന്റ് 20,000 താഴെയും വരുന്നുണ്ട്. അതൊരു അടിപൊളി ഫോണാവുമെന്നുള്ളൊരു അഭിപ്രായം പൊതുവെ ഉണ്ട്. എന്തായാലും അത് വരട്ടെ, വന്നിട്ട് പറയാം അതിൻ്റെ കാര്യം. 21-ാം തീയതി ആ ഒരു റേഞ്ചിലൊക്കെയാണ്, ഈ മാസം അവസാനമാണ് അതിൻ്റെ ലോഞ്ച് വരുന്നത്. തിരക്കൊന്നും ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ചിലപ്പോൾ അത് ഇതിനേക്കാളൊക്കെ മികച്ച ഒരു സെറ്റപ്പ് ആയാലോ. സോ അങ്ങനെയാണ് ബെസ്റ്റ് ഫോൺസ് അണ്ടർ 20,000 എന്നുള്ളൊരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.